സോ നമ്മൾ കോഴിക്കോടെത്തി, റൂം ചെക്ക് ഇൻ ചെയ്തു. ഇനി നമ്മൾ അണ്ണൻ്റെ പാട്ടൊക്കെ കേട്ട് ഇവിടെ ഒരു സുഖം ഉറക്കം. 2 ദിവസമായി നല്ലതുപോലെ ഉറങ്ങിയിട്ട്. അപ്പോൾ ഇന്നിവിടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. നാളെ രാവിലെ എണീച്ച് കോഴിക്കോട്ടിലെ മധുരമുള്ള ഫുഡ് എക്സ്പ്ലോർ ചെയ്യൽ. ടൈം അനുസരിച്ച് നമ്മൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യും. പിന്നെ ബിസിനസ് പർപ്പസും നമ്മൾ എന്തിനാണോ വന്നത് ആ കാര്യവും നമ്മളെ സെറ്റ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, വരാ ചായ റെഡിയല്ലേ? നമുക്കിവിടെ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ എല്ലാ വകുപ്പുകളിലും ഇവരെ ഇപ്പോൾ ഒരു കലക്കൻ ചായ റെഡിയാക്കുന്നതാണ്. AVTയുടെ ഗോൾഡ് കപ്പ്, ടീ ബാഗ്, പിന്നെ പഞ്ചസാര, എല്ലാ ഐറ്റംസ് റെഡിയാണ്. സോ ഗൈസ്, കുബേര വളരെ സാഹസികമായിട്ട് ഒരു ചായ ഇടുന്ന വീഡിയോ ആണ് നമ്മൾ ഇതിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ കുബേര. സമയം ഇപ്പോഴേ ആക്ച്വലി 2 മണിയായി. ശരി, നമ്മൾക്ക് കോഴിക്കോട് നിന്ന് ഫുഡ് എക്സ്പ്ലോർ ചെയ്യൽ നടന്നിട്ടില്ല. അതിനി നമുക്ക് ഇറങ്ങാം. നല്ലതുപോലെ ഉറങ്ങണമായിരുന്നു, അതങ്ങ് നടത്തി. എങ്ങനെയാണ് പരിപാടി? എങ്ങനെയാണ്? ആദ്യം വെള്ളം. ഓക്കെ, എത്ര വെള്ളം? 2 കപ്പ് വെള്ളം, 2 കപ്പ് ചായ. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, 1 കപ്പ് ചായയിൽ അത്രയും വെള്ളം ഉണ്ടോ? അപ്പോൾ സെറ്റി വെള്ളം കുറഞ്ഞ ചായ ഡ്രൈ. പാലില്ലാതെ എങ്ങനെ ചായ ഇടാ? ടീ ബാഗ് അല്ലേ ഇരുന്നത്? അത് ഇവരെ നമുക്ക് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ചായ ഇട്ടാലോ? ചെറിയൊരു രാഷ്ട്രീയം ഞങ്ങൾക്ക് പേരോട് ചോദിക്കാം. നിപ്പ പോലുള്ള മാരകമായ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ വളരെ ഈസി ആയിട്ടൊന്നും അല്ല, ഭയങ്കര സ്ട്രാറ്റജിക്കൽ മൂവ്മെൻറ്റോട് കൂടി നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഇതിന് മുമ്പ് ഡീൽ ചെയ്തിരുന്നു. ഓക്കെ, നമ്മുടെ ടീച്ചറും നമ്മുടെ സഖാവും എല്ലാവരും കൂടെയൊക്കെ ചേർന്ന്. ഇപ്പോൾ അതുപോലൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിനെ ഡീൽ ചെയ്യാനുള്ള കഴിവ് നമ്മുടെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ സന്നാഹത്തിനും ഉണ്ടാവുമോ ഇല്ലയോ? എങ്ങനെയാണ്? പോടേ മാറി ആലോചിച്ചിട്ട് പറ. ഇപ്പം നിപ്പ പോലത്തെ ഒരു മാരകമായ ഒരു അസുഖം നമ്മുടെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാലേ അതിന് മുമ്പ് നമ്മൾ പല ദുരന്തങ്ങളെ നേരിട്ടിരുന്നത് പോലെ നേരിടാനുള്ള കഴിവ് നമ്മുടെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ സന്നാഹമൊക്കെ ഉണ്ടോ ഇല്ലോ എന്നുള്ളതാണ് ചോദ്യം. ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ. എൻ്റെ അഭിപ്രായം പറയാം. അതിൻ്റെ രാഷ്ട്രീയ ബോധം ഞാൻ നോക്കട്ടെ. ചായ ഇടാൻ മാത്രമേ അറിയാവൂ, അത് രാഷ്ട്രീയ ബോധം ഉണ്ടോ നോക്കട്ടെ. പരിപാടി വേണ്ട, നീ എൻ്റെ അഭിപ്രായം കേട്ട് നിൻ്റെ അഭിപ്രായം പറയണ്ട. എൻ്റെ അഭിപ്രായം അതാണ്, അവർ സൂപ്പറായിട്ട് ചെയ്യും. നമ്മുടെ സഖാവൊക്കെ ആയിരുന്നെന്നുണ്ടെങ്കിൽ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഇങ്ങനൊരു കാര്യം ഡീൽ ചെയ്തിട്ട്, ദുരന്തങ്ങൾ. അതുകൊണ്ട് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു ഇതിന്. പക്ഷേ ഇവരും ചെയ്യും. പിന്നെ നമ്മുടെ മുഖ്യമന്ത്രി ചെല്ലും പിണറായി അടുത്ത്, ഉറപ്പായിട്ട് ചോദിക്കും സഖാവെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചോദിക്കും. സഖാവ് ആ കാര്യങ്ങളിലൊക്കെ അവരൊന്നാവും, പറഞ്ഞു കൊടുക്കും. അവർക്കറിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. എന്താണ്? ഇല്ല, കാര്യം പറഞ്ഞു എന്തുകൊണ്ടാടാ ഒരു ചായ ഇടുന്നത്? നീ ഇങ്ങനെയാണ്. നീ എങ്ങനെയാണ് മുഖ്യമന്ത്രി എന്നെങ്കിൽ എങ്ങനെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതാ? കത്തിച്ചല്ലേ എന്ത്? ഓക്കെ, എന്തെങ്കിലും ഇട്, നീ കുടിച്ചിട്ട് ഡേ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിവിടെ വന്ന കാര്യം നമുക്ക് സെറ്റ് ചെയ്യണ്ടേ? ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ തിരൂരിൽ നിന്ന് തിരിക്കുവാണ്. നമുക്ക് ട്രിവാൻഡ്രത്തേക്ക് എത്ര മണിക്കൂർ യാത്ര ഉണ്ട്? വരാ രാത്രി വെളുക്ക ട്രിവാൻഡ്രം എത്തുമെന്ന്, രാത്രിയാവും. സോ നമ്മൾ അതിനിടയ്ക്ക് ഇവിടെ തിരിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു സൂപ്പർ ഒരു സാധനം കണ്ടു കേട്ടോ, കാണിച്ചു തരാം. അങ്ങനെയുണ്ട് ഒരു സെക്സി ലോറി. ഇതിനാരിങ്ങനെ ഈ സെറ്റപ്പിലാക്കി എടുത്തത് എന്തായാലും കൊള്ളാം. അപ്പോഴേ തിരൂരിൽ നിന്ന് നമ്മൾ തിരിക്കുന്നതിന് മുമ്പേ നമ്മൾ യൂട്യൂബിൽ കണ്ടതാണ് ഒരു വീഡിയോ, ഒരു ഇൻസ്റ്റയിലും കണ്ടിരുന്നു. ബാവൂസ് എന്ന് പറഞ്ഞൊരു ബിരിയാണി ഫുഡ് അടിക്കണം. അപ്പോൾ അത് 2:30 വരെ അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് കണ്ടത്. നോക്കിയിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതുകൂടെ കഴിച്ചിട്ട് പോവാം. ഓക്കെ,
വേറെ ഹോട്ടൽസ് ഒക്കെ ഒരുപാടുണ്ട് അവരൊക്കെ പറഞ്ഞു. എന്നാലും നമുക്ക് ഇങ്ങനെ കാണുന്ന വെറൈറ്റി ആയിട്ട് കാണുന്നത് എപ്പോഴും ട്രൈ ചെയ്യാനാണ് നമുക്ക് ഇഷ്ടം. നോക്കട്ടെ. ബാവൂസിലെ ചിക്കൻ ബിരിയാണി കഴിച്ചു. ഐറ്റം ബിരിയാണി സൂപ്പർ ആണെങ്കിൽ ആദ്യം വായിൽ വെക്കുന്ന സമയത്ത് ബിരിയാണിയുടെ ഫ്ലേവർ ഇരിക്കും. നമ്മുടെ യാത്രക്കിടയിൽ നമ്മളിങ്ങനെ കാറിൽ പൊക്കോണ്ടിരിക്കുവായിരുന്നു. ഈ റോഡില് തിരൂരിൽ നിന്ന് നാട്ടിലേക്ക് ട്രിവാൻഡ്രത്തേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴേ നല്ല രസമുള്ളൊരു കാഴ്ചയുണ്ടേ. നല്ല വെള്ളവും അതിൻ്റെ സൈഡിൽ നല്ല ടീ സ്പോട്ട് ഉണ്ട്. അതാണ് കണ്ടത്. ആക്ച്വലി അവിടെയാണ് ഇറങ്ങി വണ്ടി പാർക്ക് ചെയ്ത നേരെ ഇതിൻ്റെ ഫ്രണ്ടിലാണ് കള്ള് ഷാപ്പ്. ഒരു പഴയകാല കള്ള് ഷാപ്പ്. ആ ഷാപ്പിൻ്റെ ബാക്കിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് വ്യൂ. നമ്മളീ പണ്ട് സിനിമയിലൊക്കെ കാണുന്നത് പോലെ പാട്ടൊക്കെ കേട്ട് ഇവിടെ ഇരിക്കാം. പഴയ മാവന്മാർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ശരിയാക്കുമെന്നു അകത്ത് ആളുണ്ട്. ഇത് അടച്ച് പൂട്ടിയിട്ടിരിക്കുന്ന ഷാപ്പല്ല. അതിനകത്ത് കാര്യമായ പരിപാടികൾ നടക്കുന്നുണ്ട്. കയറി നോക്കിയാ നോക്ക്. നോക്ക് ചെല്ലേ. അകത്ത് എന്താണ് അവിടെ നോക്ക്. അതകത്തുള്ള ആംബിയൻസ് നോക്ക്. നോക്കാൻ വേണ്ടി കള്ള് ഷാപ്പിന്റെ എന്താ നടക്കുന്നത് നമുക്ക് അറിയത്തില്ല. എന്നാലും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഇത്രയും ചെറിയ ഷാപ്പിനകത്ത് ഇത്രയും ചെറിയൊരു ഷാപ്പിനകത്ത് ഈ വെള്ളത്തിന്റെ സൈഡിൽ എന്താണ് നടക്കുന്നത് അറിയാൻ ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, നമ്മളത് വിടുന്നു. നമ്മൾ നേരെ നമ്മുടെ ചായ സ്പോട്ടിലേക്ക് പോവുകയാണ്. സോ ഇതാണ് നമ്മൾ പറഞ്ഞ ചായക്കട. ഇതുവഴി നമ്മൾ റോഡിൽ പോകുമ്പോഴാണ് ഇത് കണ്ടത്. സൂപ്പർ ഒരു സ്പോട്ടല്ലേ. അവിടെ കായലിന്റെ സൈഡിൽ ചായയും കുടിച്ച് കഥയും പറഞ്ഞിരുന്നിട്ട് പോകാം കുറച്ചു നേരം. ചായക്ക് പറ്റിയ സ്പോട്ട്. ഇത്രയും നല്ല സ്പോട്ടുകൾ ഞാൻ പറഞ്ഞില്ല. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇറങ്ങും. ചായ കുടിക്കാൻ ആക്ച്വലി സമയമായില്ല. ഒരു ചായ കുടിക്കത്തുള്ളൂ. പക്ഷേ സ്പോട്ട് റെഡിയാണ്. ഒരു ചായ കുടിക്കാം. തുറന്നു വരാ. അപ്പോഴേ നമ്മളിങ്ങനെ പോകുമ്പോൾ പറഞ്ഞില്ലേ, ഈ കായലിന്റെ സൈഡിൽ നമ്മൾ കണ്ടൊരു കാഴ്ചയാണ്. ഈ ബോട്ടിലാണ് എണ്ണ സാധനം കൊണ്ടുവന്നത്. നല്ല 1 നമ്പർ ഞണ്ട് കാണിച്ചോടു വരാ. ആദ്യം കൊണ്ട് ഈ പെട്ടിക്കകത്ത് ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ച് ആരുടെ പരിപാടി കഴിഞ്ഞെന്നാ. പക്ഷെ ഇത് നല്ല ഫുൾ പവർ നിൽക്കുക. നമ്മൾ കയ്യെങ്ങാനും എടുത്തിട്ട് ഇതിന്റെ വെച്ചു കൊടുത്താലേ എപ്പോ കടിച്ചെന്ന് ചോദിച്ചാൽ ഞാൻ കാണിച്ചുതരാം. എന്റെ കൈയാണെന്ന് വെക്കുക. ഓക്കെ, ഇതിന്റെ കൈ ഞാൻ കൊണ്ടുവന്ന് ഞണ്ട് സൂപ്പർ ഞണ്ടെന്ന് പറഞ്ഞ് ഇവന്മാരെ തൊടാൻ നോക്കിയാൽ ഇതായിരിക്കും അവസ്ഥ. കുട്ടിലാണ് പവർ. ഒരു പിടി പിടിക്കും നമ്മുടെ കയ്യില്. അയ്യോ, ഈ പിടി എന്താണ് ഇങ്ങനെ പയ്യെ പിടിക്കുന്നത്? തടവുന്നു. മനുഷ്യനല്ലെന്ന് മനസ്സിലാണെന്ന്. അതാ ഇങ്ങനെ പിടിക്കും. ഈ പിടി കിട്ടിയുണ്ടല്ലോ. ഇത് വേണ്ട, അതിന്റെ കൂർത്ത് തമ്പണ്ട. പിടി കിട്ടിയാ പൊളിക്കും. കണ്ട പിടിക്കുന്നുണ്ട. ഇവന്മാര് സമയം ഉണ്ടെങ്കിൽ വൃത്തിക്ക് കറി ആക്കി കഴിഞ്ഞാൽ, ഇത് കറിയാ ഫ്രൈ ഇവനെ ഫ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാല് പൊളിക്കും. ഇപ്പൊ സമയമില്ല, നമുക്കത് ആസ്വദിക്കാനുള്ള സമയമില്ല. അപ്പോഴേ നമ്മളിങ്ങനെ പൊക്കോണ്ടിരുന്നു. അപ്പൊ ഈ സ്ഥലത്തിന്റെ പേര് നോക്കിയിട്ട് പറയാം. മുത്തക്കുന്നം.
ഏതോ ഒരു സ്ഥലമാണ് ഗൈസ്. സൂപ്പർ കാഴ്ചയുണ്ടേ. നമുക്ക് രാത്രി തന്നെ നിർത്താൻ വേണ്ടി വണ്ടി നിർത്താൻ സമയമില്ലാതെ പൊക്കോണ്ടിരിക്കുവായിരുന്നു. പക്ഷെ ഈ കാഴ്ച കണ്ടപ്പോൾ നിങ്ങൾ കാണിക്കാൻ വേണ്ടി വണ്ടി നിർത്തി ഇറങ്ങിയതാണ്. ഭയങ്കര രസമാണ്. ഒരു ചെറിയൊരു കുളം കാണിക്കൂ വരാ. ആ ഒരു കുളം കണ്ടോ? ആ അമ്പലത്തിലെ പാട്ട് ഭയങ്കരമായി ആ അമ്പലത്തിലെ പാട്ടും കുളവും കുറച്ച് കുട്ടികൾ അവിടെ നിന്ന് കുളിക്കുന്നു. ഭയങ്കര രസമാണ്. നമുക്കിത് കാണാം. എനിക്കും ഇവനും ഒരേ ടേസ്റ്റ് ആണ്. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വണ്ടി നിർത്തി അത് എൻജോയ് ചെയ്ത് പോകാൻ പറ്റില്ല. കാണിച്ചു തരാം. ഇതാണ് കുളം. ആ കുളം അവിടെ കടിച്ച ഇത് പറയട്ടെ, കുളം, നല്ലൊരു കുളം. പിന്നെ അമ്പലത്തിലെ പാട്ട്, ആ പാട്ട് കേൾക്കുക. പിന്നെ എൻ്റെ സ്കൂൾ ബസ് സൈഡില് ഭയങ്കര നൊസ്റ്റാൾജിക് എന്തൊക്കെയോ ഫീൽ വരുന്നു. എന്തായാലും നമ്മൾ ഇറങ്ങിയ സ്ഥിതിക്ക് ഇത് വൺ വേ ആണ്. ഈ സ്ഥലത്തിന്റെ പേര് നമുക്ക് ഒന്നുകൂടെ നോക്കിയിട്ട് പറയാം. സാമൂഹ്യ ആരോഗ്യ കേന്ദ്ര പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സൈഡിലാണിത്. എന്തായാലും ഈ വെള്ളം ആ വെള്ളത്തിന്റെ തണുപ്പൊന്നും നോക്കാതെ ഇവിടെ നിന്ന് പോകാൻ ശരിയാവില്ല. എന്നോട്ട് നോക്കിയിട്ട് വാടാ. ഹായ്, തണുപ്പുണ്ടോ വെള്ളത്തിന്? തണുപ്പുണ്ടോ? വൈബ് തന്നെയല്ലേ? എൻ്റെ പേരോ? എൻ്റെ പേര് അല്ലമ്മി, കല്ലമ്പലം, ട്രിവാൻഡ്രം. നമ്മള് പോയപ്പോഴീ അമ്പലവും പാട്ടും കുളവും കണ്ടിട്ടിറങ്ങിയതാ. നിങ്ങൾ കുളിക്കുന്നത് കണ്ടിട്ടിറങ്ങിയതാ. നല്ല രസമുണ്ട് കാണാൻ മൊത്തത്തില്. ഓക്കെ, അപ്പോഴേ പോണം. ഇതെന്താണ് അത്യാവശ്യം എന്നറിയോ നമുക്ക് ഓടേണ്ടി വരുന്നത്? നേരത്തെ പറഞ്ഞില്ലേ, ഒരു പുതിയ യാത്രയുണ്ട് നാളെ. നമ്മൾ വിയറ്റ്നാമിലേക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. സോ നാളെ രാവിലെ പോകണം. അതിന് ഇന്ന് രാത്രിയെങ്കിലും അവിടെ എത്തിയാലേ പെട്ടിയൊക്കെ പാക്ക് ചെയ്യാൻ പറ്റൂ. ഒരാളവിടെ മുട്ടൻ കലിപ്പിലിരിക്കുകയാണ്. അവിടെ ചെന്നിട്ടാണ് അയാളെ ഡീൽ ചെയ്യാൻ. ആളെയൊക്കെ നമുക്ക് പരിചയപ്പെടുത്തരാം. ഓക്കെ, ബാ.